ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാ സ്ഥലത്തും നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് സാറ്റൻ റിബണുമായിട്ടാണ് കേട്ടോ. അപ്പോൾ സാറ്റൻ റിബണ് വെച്ചിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് അടിപൊളി ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റോളിന് 20 രൂപയാണ്. അപ്പോൾ വീഡിയോസ് മുഴുവനായും കാണണം. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ടിക് ടാക്കും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാറ്റൻ റിബൺ വെച്ചിട്ട് നമുക്ക് ടിക് ടാക്കിലും ഫ്ലവറൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു ബോർഡായിട്ടും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയറായിട്ടും എടുക്കാം കേട്ടോ. ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. 2 എണ്ണത്തിന് 5 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. മഴ ആയതുകൊണ്ട് റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത്. അഥവാ റിപ്ലൈ കിട്ടാൻ വൈകിയാൽ ഒന്നുകൂടെ ഒന്ന് ഹായ് അയക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു റോള് വാങ്ങിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഹെയർ ബാൻഡ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു റോളിൽ നിന്നും 1/2 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ടാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. 1/2 മീറ്റർ അളവിൽ എടുത്താൽ മതി. 1/2 മീറ്റർ തന്നെ എടുക്കണേ. 1/2 മീറ്ററിൽ കുറയരുത്. അപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ സാറ്റൻ റിബണിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. കാരണം നൂലിങ്ങനെ വലിഞ്ഞ് പോവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ സാറ്റൻ റിബണും ഇങ്ങനെ ഉരുക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3 എണ്ണം ഞാനിങ്ങനെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സാറ്റൻ റിബണാണ്. ഇതിൻ്റെ വൈറ്റോ ഓറഞ്ചോ ഗ്രീനോ അല്ലെങ്കിൽ ബ്ലാക്കോ എടുക്കാം കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഫെൽറ്റ് ഷീറ്റാണ്, ഒരു A4 സൈസിൻ്റെ ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഇത് ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ഹെയർ ബോ മേക്ക് ചെയ്യാനുള്ള ഫെൽറ്റ് ഷീറ്റ് ഉണ്ടാവും. ഒരു ഫെൽറ്റ് ഷീറ്റിന് 30 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു സൂചിയും നൂലുമാണ്. പിന്നെ കത്രിക, ഗ്ലൂ ഗണ്ണ്, ഇത്രയാണ് കേട്ടോ നമുക്ക് ഈ ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഒരു സൂചിയോ നൂലോ എടുത്തിട്ട് നമുക്കിത് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുന്നി വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അടുപ്പിച്ച് തുന്നരുത്, കുറച്ച് വിട്ട് വിട്ട് തുന്നണം. അപ്പോഴായിരിക്കും ഒരു വൃത്തിയായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് തുന്നി വരുന്നുണ്ട്. ഇതേ രീതിയിൽ തുന്നിയിട്ട് പിന്നെ ഇതേപോലെ താഴേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മുഴുവനായും ഇങ്ങനെ തുന്നി കൊടുക്കണം. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ ഈ സൂചിയിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. കുറച്ച് കുറച്ച് വിട്ട് വിട്ട് വേണം നമുക്കിത് എടുക്കാൻ. അപ്പോഴായിരിക്കും ഇത് ഭംഗി ഉണ്ടാവുക. അടുപ്പിച്ചെടുക്കരുത്. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ. ഇതിൻ്റെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. സാറ്റൻ റിബൺ വെച്ചിട്ട് ഹെയർ ബോ മേക്ക് ചെയ്യുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് കുറേ മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അതുപോലെയും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫോം ഫ്ലവർ വെച്ചിട്ടും ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഹെയർ ബോ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. എന്നിട്ട് നമുക്ക് സൂചി വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തുന്നിയില്ലേ അതിൻ്റെ ആ നൂലിൻ്റെ ഭാഗം ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് രണ്ടുകൂടെ കൂട്ടി നമുക്ക് നന്നായി കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കെട്ടിടണം, എങ്കിൽ മാത്രമേ നല്ല മുറുകി നിൽക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതേ രീതിയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലൂടെയും ഒന്ന് തുന്നിയെടുക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും തുന്നിയെടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടൈറ്റിൽ നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഈ റിബൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവുമൊന്നുമില്ല, നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. പിന്നെ സാറ്റൻ റിബണാണ്, അതുകൊണ്ട് തന്നെ തുന്നുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. വലിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആരും കമൻറ്റ് ചെയ്യലില്ല. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കസ്റ്റമർ എന്നോട് സാറ്റൻ റിബൺ വെച്ചിട്ട് വീഡിയോ മേക്ക് ചെയ്ത് കാണിച്ചു തരുമോ ചോദിച്ചിരുന്നു. അപ്പം അവർക്കും അറിയാത്തവർക്കൊക്കെ ഒരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ മേക്കിംഗ് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ 3 ഞാൻ ഇങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ 3 ഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ബീഡ് ഒട്ടിച്ച് എടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി ഞാനിതാ ഇതേപോലത്തെ ഹാഫ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 10 ഗ്രാമിന് 20 രൂപയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് നേരത്തെ കാണിച്ചില്ലേ, ആ ഫെൽറ്റ് ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. മുഴുവനായിട്ടുമല്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നല്ല ടൈറ്റിൽ തന്നെ അവിടെ കിടന്നോളും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡിലായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. നടുക്കല്ല, സൈഡിൽ. നിങ്ങൾ ഐഡിയ പോലെ നടുക്കോ സൈഡിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സൈഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സാറ്റൻ ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ നടുക്ക് ഈ ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് 3 ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഒട്ടിക്കഴിഞ്ഞാൽ എങ്കിൽ നന്നായിട്ട് ടൈറ്റായി നിൽക്കുള്ളൂ. ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ 3 നമ്മൾ ബീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാറ്റൻ ഹെയർ ബാൻഡിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഗ്ലൂ ഗണ്ണ് ആവശ്യമുള്ളവരോ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഗ്ലൂ ഗണ്ണ് ഞാൻ സെയിൽ ചെയ്തിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 40 വോൾട്ടിൻ്റെ ഗ്ലൂ ഗണ്ണാണ്. ഇതെല്ലായിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഗ്ലൂ ഗണ്ണും ഗ്ലൂ ട്യൂബും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ 3 നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ചില ഹെയർ ബാൻഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഏറ്റവും നല്ലത്. ട്യൂബ് വെച്ചിട്ടും പറ്റും, പക്ഷേ ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പിന്നെ നന്നായി ഹീറ്റ് ആയതിന് ശേഷം മാത്രം ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയർ ബാൻഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മളെ സാറ്റൻ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇത് നമുക്ക് സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം കേട്ടോ. ഫാൻസി ഷോപ്പുകളിലും അല്ലാതെ വീടിൻ്റെ അടുത്തുള്ളവർക്കും റീറ്റെയിലായിട്ടും ഓൺലൈനായിട്ടൊക്കെ ഇത് സെയിൽ ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ. എത്ര രൂപക്കാണ് സെയിൽ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ സാറ്റൻ റിബൺ ആവശ്യമുള്ളവരും അതിൻ്റെ മെറ്റീരിയൽസ് ഫെൽറ്റ് ഷീറ്റും ബീഡ്സും സാറ്റൻ ഹെയർ ബാൻഡൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്